മറവി, സ്ട്രെസ്, മാനസികമായ ക്ഷീണമെല്ലാം തോന്നുന്നുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മുടെ ബ്രെയിനിനെ ഷാർപ്പൻ ചെയ്യാനും മനസ്സിനെ കാമാക്കാനുള്ള ശക്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് അങ്ങനത്തെ 10 ഭക്ഷണ സാധനങ്ങളെ പറ്റി സംസാരിക്കാം. നമ്മളുടെ ബ്രെയിൻ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്ട്രെസ്സ്, ഉറക്കക്കുറവ്, തെറ്റായ ഭക്ഷണരീതി എല്ലാം ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. കൊഴുപ്പുള്ള മീനുകൾ, ഇതിൽ ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. ഇത് സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാനും ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. മുട്ടകളിൽ അടങ്ങിയിട്ടുള്ള കോളിൻ നമ്മുടെ മെമ്മറിയെ സപ്പോർട്ട് ചെയ്യാനും അലേർട്ട്നെസ് കൂട്ടാനും സഹായിക്കുന്നു. അതുകൂടാതെ അതിലുള്ള ബി വൈറ്റമിൻസ് നമ്മുടെ ക്ഷീണം കുറയ്ക്കാനും ആൻസൈറ്റി കുറയ്ക്കാനും സഹായിക്കുന്നു. ചീരയും മുരിങ്ങയും പോലെയുള്ള പച്ചിലകളിൽ ഫോളേറ്റിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അളവ് കൂടുതലാണ്. അത് നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യാനും മെൻ്റൽ ടെൻഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻസിനാൽ റിച്ചായ ബെറീസ് നമ്മുടെ ബ്രെയിൻ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആൻസൈറ്റി കുറയ്ക്കാനും സഹായിക്കുന്നു. നട്ട്സിലും സീഡ്സിലും മഗ്നീഷ്യം, സിങ്ക്, ഹെൽത്തി ഫാറ്റ്സ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ബ്രെയിൻ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യാനും അത്യാവശ്യമാണ്. മിതമായ അളവിലുള്ള ഡാർക്ക് ചോക്ലേറ്റ് സെറോട്ടോണിനെ ബൂസ്റ്റ് ചെയ്യാനും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നു. ഓട്സും ഹോൾ ഗ്രെയിൻസും എല്ലാം എനർജി പതിയെ റിലീസ് ചെയ്യുള്ളൂ. ഇത് നമ്മളുടെ ഫോക്കസ് കൂട്ടാനും ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റേബിളായി നിൽക്കാനും സഹായിക്കുന്നു. യോഗട്ടും പ്രോബയോട്ടിക്സും നമ്മുടെ കുടലും ബ്രെയിനും തമ്മിലുള്ള കണക്ഷനെ സപ്പോർട്ട് ചെയ്യുകയും ആൻസൈറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. അവക്കാഡോസിൽ ഹെൽത്തി ഫാറ്റ്സ്, പൊട്ടാസ്യം, ഫൈബർ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ ബ്ലഡ് പ്രഷറിനെയും ബ്രെയിൻ ഫംഗ്ഷനെയും റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. വാഴപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ B6ഉം ട്രിപ്റ്റോഫാനും നമ്മുടെ മൂഡ് ശരിയാവാനും സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും സഹായിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നന്നായി വെള്ളം കുടിക്കാനും കഫേനിൻ്റെയും ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനും നന്നായി ഉറങ്ങാനും ശ്രമിക്കുക.